ചോദ്യം 1. അവസാനത്തെ ന്യായാധിപൻ ആരായിരുന്നു? ഉത്തരം സാമുവൽ. ചോദ്യം 2. സാമുവലിൻ്റെ പേരിലുള്ള 2 പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന ചരിത്രകാലം ഏത്? ഉത്തരം സാമുവലിൻ്റെ കാലം മുതൽ ദാവീദിൻ്റെ ഭരണത്തിൻ്റെ അവസാനം വരെ. ചോദ്യം 3. ഗ്രീക്ക് പരിഭാഷയിൽ 1-2 സാമുവൽ പുസ്തകങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഉത്തരം 1-4 രാജാക്കന്മാർ. ചോദ്യം 4. BC 1050 ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തിയ പ്രധാന ശത്രു സമൂഹം ആര്? ഉത്തരം ഫിലിസ്തീർ. ചോദ്യം 5. മറ്റു ജനതകളുടേതുപോലെ ഒരു രാജാവുണ്ടായാൽ തങ്ങൾക്ക് എന്ത് ലഭിക്കുമെന്നാണ് ജനം പ്രതീക്ഷിച്ചത്? ഉത്തരം സമാധാനവും ഐശ്വര്യവും. ചോദ്യം 6. രാജാവ് വേണമെന്ന് ജനങ്ങൾ ശഠിച്ചപ്പോൾ സാമുവലിൻ്റെ അഭിപ്രായം എന്തായിരുന്നു? ഉത്തരം കർത്താവല്ലാതെ മറ്റൊരു രാജാവ് ആവശ്യമില്ല. ചോദ്യം 7. സാമുവൽ അഭിഷേകം ചെയ്ത ആദ്യത്തെ രാജാവ് ആരാണ്? ഉത്തരം സാവൂൾ. ചോദ്യം 8. ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചതുകൊണ്ട് സാവൂളിന് എന്ത് സംഭവിച്ചു? ഉത്തരം സാവൂൾ തിരസ്കൃതനായി. ചോദ്യം 9. സാവൂൾ അറിയാതെ സാമുവൽ അഭിഷേകം ചെയ്ത രാജാവ് ആര്? ഉത്തരം ജെസയുടെ പുത്രനായ ദാവീദ്. ചോദ്യം 10. സാവൂൾ മരിച്ചത് എങ്ങനെയാണ്? ഉത്തരം സ്വന്തം വാളിൽ വീണ്. ചോദ്യം 11. ദാവീദ് പരസ്യമായി അഭിഷിക്തനായത് എവിടെ വെച്ച്? ഉത്തരം ഹെബ്രോണിൽ വച്ച്. ചോദ്യം 12. ദാവീദ് ഹെബ്രോണിൽ എത്ര കാലം ഭരണം നടത്തി? ഉത്തരം 7 വർഷം. ചോദ്യം 13. ദാവീദ് ഭരണതലസ്ഥാനം ഹെബ്രോണിൽ നിന്ന് എവിടേക്കാണ് മാറ്റിയത്? ഉത്തരം ജെറുസലേമിലേക്ക്. ചോദ്യം 14. ദാവീദിൻ്റെ ഭരണകാലം ആകെ എത്ര വർഷമായിരുന്നു? ഉത്തരം 40 വർഷം. ചോദ്യം 15. ദാവീദിൻ്റെ ഭരണകാലഘട്ടം ഏത്? ഉത്തരം BC 1010 മുതൽ 970 വരെ. ചോദ്യം 16. ദാവീദിൻ്റെ സിംഹാസനം തട്ടിയെടുക്കാൻ ശ്രമിച്ചവർ ആരൊക്കെ? ഉത്തരം സാവൂളിൻ്റെ മകൻ ഇഷ്ബാലും ദാവീദിൻ്റെ മകൻ അബ്സലോമും. ചോദ്യം 17. ഇസ്രായേലിൽ ഐശ്വര്യം കൈവന്നപ്പോൾ ദാവീദിനുണ്ടായ ആഗ്രഹം എന്തായിരുന്നു? ഉത്തരം കർത്താവിന് ഒരാലയം പണിയാൻ. ചോദ്യം 18. കർത്താവിന് ഒരാലയം പണിയാനുള്ള ദാവീദിൻ്റെ ആഗ്രഹം വിലക്കിയത് ആര്? ഉത്തരം നാഥാൻ പ്രവാചകൻ വഴി കർത്താവ്. ചോദ്യം 19. ബത്ശബായുടെ ഭർത്താവ് ആരായിരുന്നു? ഉത്തരം ഊറിയ. ചോദ്യം 20. ദാവീദിന് ബത്ശബായിൽ ജനിച്ച പുത്രൻ്റെ പേരെന്ത്? ഉത്തരം സോളമൻ. ചോദ്യം 21. ദാവീദ് രാജാവിൻ്റെ വൻ ചതിയെ ശക്തമായി വിമർശിച്ച പ്രവാചകനാര്? ഉത്തരം നാഥാൻ. ചോദ്യം 22. തെറ്റു മനസ്സിലാക്കിയ ദാവീദ് രാജാവ് ഉള്ളുരുകി അനുതപിച്ച രംഗം വിവരിക്കുന്ന ബൈബിൾ ഭാഗമേത്? ഉത്തരം സങ്കീർത്തനം 51. ചോദ്യം 23. എൽക്കാന ഏത് വംശജനായിരുന്നു? ഉത്തരം സൂഫ്.
ചോദ്യം 24. റാമാത്തയും സ്ഥിതി ചെയ്തിരുന്നത് എവിടെയായിരുന്നു? ഉത്തരം എഫ്രായിം മലനാട്ടിൽ. ചോദ്യം 25. എൽക്കാനയുടെ പിതാവ് ആരായിരുന്നു? ഉത്തരം യെറോഹാം. ചോദ്യം 26. എഫ്രായിംകാരനായ സൂഫിൻ്റെ പുത്രൻ ആരായിരുന്നു? ഉത്തരം തോഹു. ചോദ്യം 27. യെറോഹാമിൻ്റെ പിതാവ് ആര്? ഉത്തരം എലീഹു. ചോദ്യം 28. എൽക്കാനയുടെ ഭാര്യമാർ ആരെല്ലാമായിരുന്നു? ഉത്തരം ഹന്നായും പെനീന്നായും. ചോദ്യം 29. മക്കളില്ലാതിരുന്ന എൽക്കാനയുടെ ഭാര്യ ആരായിരുന്നു? ഉത്തരം ഹന്ന. ചോദ്യം 30. എൽക്കാന സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കാനും അവിടുത്തേക്ക് ബലിയർപ്പിക്കാനുമായി വർഷം തോറും പോയിരുന്ന സ്ഥലമേത്? ഉത്തരം ഷീലോ. ചോദ്യം 31. ഷീലോയിലെ പുരോഹിതന്മാർ ആരെല്ലാമായിരുന്നു? ഉത്തരം ഹോഫ്നിയും ഫിനഹാസും. ചോദ്യം 32. ഹോഫ്നിയുടെയും ഫിനഹാസിൻ്റെയും പിതാവ് ആരായിരുന്നു? ഉത്തരം ഏലി. ചോദ്യം 33. ബലിയർപ്പിക്കുന്ന ദിവസം എൽക്കാന ഭാര്യ പെനീന്നായ്ക്കും അവളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും എന്താണ് കൊടുത്തിരുന്നത്? ഉത്തരം ഓഹരി. ചോദ്യം 34. ഹന്നായെ കൂടുതൽ സ്നേഹിച്ചിരുന്നെങ്കിലും എൽക്കാന അവൾക്ക് ഒരംശം മാത്രം ഓഹരി നൽകാൻ കാരണമെന്ത്? ഉത്തരം കർത്താവ് അവളെ വന്ധ്യയാക്കിയിരുന്നതുകൊണ്ട്. ചോദ്യം 35. വന്ധ്യത നിമിത്തം അവളുടെ ഡാഷ് അവളെ വേദനിപ്പിച്ചിരുന്നു. പൂരിപ്പിക്കുക. ഉത്തരം സപത്നി. ചോദ്യം 36. ആണ്ടുതോറും കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ പെനീന്ന ഹന്നായെ എന്തു ചെയ്തിരുന്നു? ഉത്തരം പ്രകോപിപ്പിച്ചിരുന്നു. ചോദ്യം 37. ഞാൻ നിനക്ക് എന്തിനേക്കാൾ ഉപരിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് എൽക്കാന ഹന്നായെ ആശ്വസിപ്പിച്ചിരുന്നത്? ഉത്തരം 10 പുത്രന്മാരിലും. ചോദ്യം 38. 1 സാമുവൽ 1:9 പ്രകാരം പുരോഹിതനായ ഏലി എന്തിന് സമീപമുള്ള പീഠത്തിലാണ് ഇരുന്നിരുന്നത്? ഉത്തരം ദേവാലയത്തിൻ്റെ വാതിൽപ്പടിക്ക്. ചോദ്യം 39. ഹന്ന കർത്താവിനോട് എപ്രകാരമാണ് പ്രാർത്ഥിച്ചത്? ഉത്തരം ഹൃദയം നൊന്ത് കരഞ്ഞ്. ചോദ്യം 40. ഒരു പുത്രനെ നൽകിയാൽ എത്ര കാലത്തേക്ക് അവനെ താൻ കർത്താവിന് പ്രതിഷ്ഠിക്കും എന്നാണ് ഹന്ന വാക്ക് കൊടുക്കുന്നത്? ഉത്തരം അവൻ്റെ ജീവിതകാലം മുഴുവൻ. ചോദ്യം 41. ഹന്നായുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഏലി എന്താണ് തെറ്റിദ്ധരിച്ചത്? ഉത്തരം ഹന്ന മദ്യപിച്ചിട്ടുണ്ടെന്ന്. ചോദ്യം 42. ഏലി അവളോട് പറഞ്ഞു, എത്ര നേരം നീ ഉന്മത്തയായിരിക്കും? തുടർന്നു വരുന്ന വാക്യം ഏത്? ഉത്തരം നിന്റെ ലഹരി അവസാനിപ്പിക്കുക. ചോദ്യം 43. നിന്റെ ലഹരി അവസാനിപ്പിക്കുക എന്ന ഏലിയുടെ ചോദ്യത്തിന് തൻ്റെ അവസ്ഥ എന്തെന്നാണ് ഹന്ന മറുപടി പറയുന്നത്? ഉത്തരം വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ്. ചോദ്യം 44. വീഞ്ഞോ ലഹരി പാനീയമോ ഞാൻ കഴിച്ചിട്ടില്ല. കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയവികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു. ഇത് ആരുടെ വാക്കുകൾ? ഉത്തരം ഹന്നായുടെ.
ചോദ്യം 45 പൂരിപ്പിക്കുക. ഈ ദാസിയെ അധപ്പതിച്ച ഒരുവളായി വിചാരിക്കരുതേ. അത്യധികമായ ഡാഷ് മൂലമാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത്. ഉത്തരം ആകുലതയും അസ്വസ്ഥതയും. ചോദ്യം 46 സമാധാനമായി പോവുക, ഇസ്രായേലിൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ എന്ന് കേട്ടത് മുതൽ ഹന്നായിൽ വന്ന മാറ്റം എന്ത്? ഉത്തരം പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. ചോദ്യം 47 എൽക്കാനയും കുടുംബവും അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ചതിന് ശേഷം എവിടേക്കാണ് മടങ്ങിയത്? ഉത്തരം റാമായിലുള്ള തങ്ങളുടെ ഗൃഹത്തിലേക്ക്. ചോദ്യം 48 സാമുവൽ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? ഉത്തരം ദൈവത്തോട് അപേക്ഷിച്ച് ലഭിച്ചവൻ. ചോദ്യം 49 ബാലനായ സാമുവലിനെ ദേവാലയത്തിൽ സമർപ്പിക്കാൻ പോയപ്പോൾ ഹന്ന എന്തൊക്കെയാണ് കൂടെ കരുതിയിരുന്നത്? ഉത്തരം 3 വയസ്സുള്ള ഒരു കാളക്കുട്ടി, 1 ഏഫ മാവ്, 1 കുടം വീഞ്ഞ്. ചോദ്യം 50 അധ്യായവും വാക്യവും ഏത്? അപ്പോൾ ഏലി പറഞ്ഞു, സമാധാനമായി പോവുക, ഇസ്രായേലിൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. ഉത്തരം 1 സാമുവൽ 1:17. ഈ സെറ്റിലെ അവസാന ചോദ്യം വചനം എഴുതുക. 1 സാമുവൽ 1:28. ഉത്തരം ആകയാൽ ഞാൻ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു, ആജീവനാന്തം അവൻ കർത്താവിനുള്ളവനായിരിക്കും. അവർ കർത്താവിനെ ആരാധിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.